നിയമമന്ത്രി പി രാജീവ് ഈ വിഷയത്തിൽ ഇപ്പോൾ കൊച്ചിയിൽ പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. റിപ്പോർട്ടിൽ പറയുന്ന പോലെ തന്നെ WCCയുടെ അവരുടെ നിവേദനം പരിഗണിച്ച് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയിൽ തന്നെ ഒരു ഉറപ്പ് നൽകി. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മീഷൻ രൂപീകരിച്ചു. ആ കമ്മീഷൻ റിപ്പോർട്ടിനെയും ഇപ്പോൾ WCCയുടെ പ്രതികരണത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് സിനിമാ ചരിത്രത്തിൽ തന്നെ ഒരു ആദ്യത്തെ അനുഭവമാണ്. അപ്പോൾ അതിന് തുടർന്നുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ തന്നെ റിപ്പോർട്ടിന്റെ തുടർച്ചയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാംസ്കാരിക വകുപ്പ് ബന്ധപ്പെട്ടവരുമായിട്ടുള്ള ചർച്ച നടത്തിയിരുന്നു. അതിനോടൊപ്പം തന്നെ ഒരു സിനിമാ നയം രൂപീകരിക്കാൻ സർക്കാർ ആലോചിച്ചിരുന്നു. അതിനുവേണ്ടി ഷാജി എൻ കരുണിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ നയം ഇതിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടി നിർദ്ദേശിക്കുന്നതായിരിക്കും. കുറെ കൂടി ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ആ നയത്തിന്റെ ഭാഗമായി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കമ്മീഷൻ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സർക്കാർ സ്വീകരിക്കുന്നതായിരിക്കും. ഈ നയരൂപീകരണത്തിനപ്പുറം നിയമപരമായ നടപടിക്ക് സാധ്യതയില്ല. കാരണം മൊഴികൾ അത്രത്തോളം ഗുരുതരമാണ്. സർക്കാർ പ്രത്യേക ഒരു വിവേചന അധികാരം ഉപയോഗിച്ച് കമ്മിറ്റിക്ക് മുന്നിൽ കൊടുത്ത മൊഴികൾ കൂടുതൽ സ്വഭാവങ്ങളാണ്. അപ്പോൾ സർക്കാരിന് തന്നെ നിയമപരമായി കേസെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ബാധ്യതയില്ല. അത് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം നമ്മളാരും കണ്ടിട്ടില്ല. നമ്മുടെ മുൻപിലേക്ക് വന്നിട്ടില്ല. നിയമവകുപ്പിന്റെ മുൻപിലേക്ക് വന്നിട്ടില്ല. ഞങ്ങളുടെ മുൻപിലേക്കും വന്നിട്ടില്ല. അപ്പൊ അത് സംബന്ധിച്ചുള്ള നിയമവശങ്ങളെല്ലാം ഇവരൊക്കെയായിട്ട് ചർച്ച ചെയ്യുമല്ലോ. ഇപ്പോ എല്ലാ ആളുകളുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതിന്റെ ഒന്ന് നമ്മൾ കാണേണ്ടത്, ഈ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ തന്നെ ഇത് പ്രസിദ്ധപ്പെടുത്തരുത്, സ്വകാര്യതകളുടെ വിവരങ്ങളുണ്ട് എന്ന് കമ്മീഷൻ തന്നെ പറഞ്ഞു. അതിനുശേഷം 2020 തന്നെ അന്നത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ തന്നെ ഇത് പ്രസിദ്ധപ്പെടുത്തരുതെന്ന് പറഞ്ഞു. പിന്നീട് ഇപ്പോ അത് അവരുടെ നിലപാട് വന്നു. ഹൈക്കോടതിയിൽ അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ചു. എല്ലാ ഘട്ടങ്ങളിലും ഇത് പ്രസിദ്ധപ്പെടുത്തുന്നതിനൊന്നും സർക്കാർ എതിർത്തിട്ടില്ല. മറ്റ് വശങ്ങൾ എന്തെല്ലാം സാധ്യമാകും എന്നുള്ളത് ഈ റിപ്പോർട്ടിന്റെ വന്ന വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പൊ എല്ലാവരുമായി ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ സർക്കാർ സ്വീകരിക്കും. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, കേരളം മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു സ്ത്രീ സുരക്ഷയുടെയും സ്ത്രീ സമത്വത്തിന്റെയും ലിംഗനീതിയുടെയും സിനിമാ മേഖലയിൽ ഉൾപ്പെടെ വേണമെന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് അതിശക്തമായ സമീപനം സ്വീകരിച്ചു. പോലീസ് നടപടികൾ ഒരുപക്ഷെ ആ ഗവൺമെന്റ് അല്ലായിരുന്നുവെങ്കിൽ ആ കേസൊക്കെ എവിടെ പോകുമായിരുന്നുവെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഒരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷന്റെ പ്രത്യേകത വനിതകൾ മാത്രമാണ് ആ കമ്മീഷനകത്തുണ്ടായത്. ഒരു ഹൈക്കോടതി ജഡ്ജിയും ആയിരുന്നയാൾ, മുതിർന്ന IAS ഉദ്യോഗസ്ഥയായിരുന്നയാൾ, സിനിമ അനുഭവമുള്ളയാൾ. അവരുടെ റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള നയത്തിലേക്ക് മുന്നോട്ട് പോയി. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ അത് പരിശോധിക്കും. ഒരു ശരിയായ രൂപത്തിലുള്ള മാറ്റം നമ്മുടെ ഇപ്പൊ ആകാശമാകെ നിഗൂഢതകളാൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത്, ആ നിഗൂഢത മാറ്റുന്നതിന് പറ്റുന്ന ഒരു നയവും നടപടികളും കേരളത്തിൽ സ്വീകരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമായിരിക്കും. അതുതന്നെയാണ് ഞങ്ങൾ അതിനെ സംബന്ധിച്ച് കണ്ടിട്ടുള്ളത്. മന്ത്രിമാർ തുടർച്ചയായി പറയുന്ന ഒരു കാര്യം തന്നെയാണ്, എല്ലാ നടപടികളും സ്വീകരിക്കാൻ പ്രതിജ്ഞാബദ്ധമായിരിക്കും. സക്കറിയ ജോർജ് മറ്റൊരു വാദം മുൻ നിയമമന്ത്രി കൂടിയായ AK ബാലൻ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്, ഒരു പൊതുവായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കാൻ സാധിക്കില്ല. സർക്കാരിന്റെ മുന്നിൽ പരാതികളൊന്നുമില്ല. അതായത് 2020 മുതൽ ഈ വിഷയം വന്ന മുതൽ തന്നെ ഇതിൽ വ്യക്തിപരമായ യാതൊരു പരാതികളും സർക്കാരിന് മുന്നിലില്ല. അല്ലാതെ ഒരു പൊതുവായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചില കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു കേസിലേക്കോ നിയമ നടപടിയിലേക്കോ പോകാൻ സർക്കാരിന് പരിമിതിയുണ്ട് എന്ന വാദത്തിൽ എന്തർത്ഥമുണ്ട്? ഒരർത്ഥവുമില്ല. കാരണം രാജ്യദ്രോഹം സംബന്ധിച്ചുള്ള ഒരു കാര്യമുണ്ട്. അത് എവിടുന്നേലും എന്തേലും ഒരാൾ പറയുന്ന, ഇപ്പം ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്മാര് പോകുമ്പോൾ ചായപീടികയിൽ നിന്നോ അവർ വേറെ ഏതെങ്കിലും ഒരു പ്ലേസിൽ നിന്നോ അവർക്ക് കിട്ടുന്ന വിവരം ഉണ്ടെങ്കിൽ അവരത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് വന്ന് അവിടുത്തെ ഇന്റലിജൻസ് ഓഫീസർമാരുടെ അടുത്ത് പറഞ്ഞിട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് പോയി ആണ് ഈ രാജ്യദ്രോഹം കാര്യങ്ങളൊക്കെ ബെസ്റ്റ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഓവർ ആയിട്ട് വരണമെന്നില്ല. പലതും കവേർട്ടാണ്. ഇപ്പം നമ്മുടെ മന്ത്രി ശ്രീ രാജീവ് അദ്ദേഹം പറയുന്നു ആകാശത്തിൽ മൊത്തം നിഗൂഢതയാണ്. ആകാശത്തിലല്ല നിഗൂഢത, ഇത് ഇരുണ്ട മുറികളിലാണ് നിഗൂഢത. അവിടെയാണ് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത്. ആകാശത്ത് എന്താണ്? അവിടെ പറവകൾ പറന്ന് നടക്കുവാണ്. അവിടെ കുട്ടികൾ, നമ്മുടെ സിനിമാ നടികളൊന്നും പോകുന്നില്ലല്ലോ. അവര് താരങ്ങളാണെന്നൊക്കെ പറഞ്ഞാലും അവര് ആക്ട് ചെയ്യുന്നതും അവർ പ്രവർത്തിക്കുന്നതും ഭൂമിയിലാണ്. ഈ വരുന്നത് എപ്പോഴാണ്? കഴിഞ്ഞ ദിവസവും ഇതിനകത്ത് കണ്ടു, ഡോറിൽ നോക്ക് ചെയ്യുന്നു. ഡോറിൽ നോക്ക് ചെയ്യുന്നത് രാത്രികളിലാണ് ഡോറിൽ ലോക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നിഗൂഢത മാറ്റുന്നില്ല? ആകാശത്തെ നിഗൂഢതയ്ക്ക് നമുക്ക് പിന്നീട് പോകാം. ഇപ്പൊ നമുക്ക് ഇവര് പോകുന്ന സൈറ്റിലൊക്കെ ഉള്ള നിഗൂഢതകൾ കളക്ട് ചെയ്യണം, അതിനകത്ത് ആക്ഷൻ എടുക്കണം. അപ്പം മാനം പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കേസെടുത്തിട്ട് മാനം തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ മാനം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ്. മദൻലാൽ
സ്റ്റേറ്റ് ഓഫ് MP കേസിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് ബോഡി ഓഫ് എ വുമൺ ഈസ് ഹർ ടെമ്പിൾ, നോബഡി ക്യാൻ ഇൻട്രൂഡ് എന്ന് പറയുന്നുണ്ട്. ആർക്കും ഇൻട്രൂഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്ത് എന്താണ്, ഒരു സ്ത്രീയുടെ ശരീരം അവരുടെ അമ്പലമാണ്, ടെമ്പിളാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു. നോബഡി ക്യാൻ ഇൻട്രൂഡ്, ആർക്ക് കയറാൻ പറ്റില്ല. അത് കണ്ടുപിടിക്കാനുള്ള ചുമതല ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. സുപ്രീം കോടതി ഓർഡർ ഇട്ടാല് താഴെയുള്ള ബ്യൂറോക്രസി എല്ലാം ഇത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. തീർച്ചയായും തിരിച്ചു വരാം സാർ. ദയവായി തുടരുക. മറ്റ് അതിഥികളിലേക്ക് പോകണം. വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.